നമ്മൾ ചെരുപ്പിടുന്ന സമയത്ത് വരെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ചെരുപ്പിടണമെന്ന്. ചെരുപ്പിടുമ്പോൾ അതുപോലെ കാലുകൾ തേച്ചൊരച്ച് കഴുകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉദര സംബന്ധമായ ആമാശയ സംബന്ധമായ രോഗങ്ങൾ കുറയും. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് കുനിയാൻ മേല, കുനിയുമ്പോൾ തന്നെ ഇവിടെ ഉളുക്ക് വീഴുക. നാജിയർക്ക് ചെരുപ്പ് വേറെ ആൾക്കാർ തയ്ച്ചു കൊടുക്കേണ്ടി വരും. കുനിഞ്ഞിട്ടില്ല, നമ്മളെവിടെയും കുനിയുന്നില്ലല്ലോ. വേണേ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അടുക്കള വാതിലിന്റെ താഴത്തെ കുത്തി നോക്കണം. താഴത്തെ സാക്ഷ അത് പണിതതിൻ്റെ അന്ന്, വീട് വെച്ച 83 വെച്ചത്, അന്ന് ആ കൊളുത്തം കണ്ട് ഇട്ട് നോക്കിയത് ആശാരി, നമ്മളല്ലേ ഇട്ടത്, പിന്നെ ഇന്ന് വരെ ഇട്ടിട്ടില്ല. അടുക്കള വാതിലിൻ്റെ കാര്യം അവിടുത്തെ താഴത്തെ സാക്ഷ മിക്ക വീട്ടിലും ഇടലുണ്ടാവും. കാരണം കുനിയാൻ മേല. ഇനി അത് വീഴണമെങ്കിൽ അവിടെ ഒരു കുഴിമന്തി 1 കിലോ വെക്കണം. അപ്പോൾ ആചാര്യ അത് എടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ വേണേ ഇട്ട്, അത്രേ ഉള്ളൂ. അതിലൊരു 10 രൂപയുടെ നോട്ട് അവിടെ ഇടണം. അത്ര മടിയന്മാരായി നമ്മൾ മാറി. ഇന്നിപ്പോൾ പെണ്ണുങ്ങളൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ശരിയാ, ഇടാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടുമാണ്. കൊളുത്തിപ്പുറത്തും മറ്റേത് ഇപ്പുറത്തേക്ക് 8-10 കിടക്കുക. ഇത് അന്ന് പിടിപ്പിച്ചതാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചെയ്യട്ടെ. നമ്മുടെ മടിയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, വേണം ഇന്ന് പോയി നോക്കിക്കോ. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. മഹാനായ മർഹൂം തഴവ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ, എൻ്റെ ഉമ്മാടെ ഉപ്പ കൂടിയാണ്. അവരിങ്ങനെ പ്രസംഗത്തിന് വന്നു കഴിയുമ്പോൾ എൻ്റെ ഉമ്മാടെ ഉമ്മ വല്ലുമ്മാക്ക് എഴുതുന്ന കത്തിൽപ്പെട്ടതാണ്. ഭാര്യയ്ക്ക് കത്തെഴുതാണ്. കാരണം ഇന്നത്തെ പോലെ വാട്സാപ്പിൽ മെസ്സേജ് ലൗചിന് ഇടാനൊന്നും പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കത്ത് വിടുകയാണ്. കത്തിനകത്ത് നല്ല ഉപദേശങ്ങളാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത്. അതിൽപ്പെട്ട ഒരു ഉപദേശമാണ് ഇപ്പം ഈ പറയുന്നത്. എന്താണ്? ഭാര്യയോട് പറയാണ് കഥ കടക്കണം. നമ്മളിപ്പോൾ കഥയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതാണ് 2 വരി. ശരിക്കും ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കഥ കടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്ത് സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. കേൾക്കുമ്പോൾ ഓർക്കും ഇതൊരു തമാശയായിട്ട് കരുതും. കഥ കടയ്ക്കാന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി പള്ളിയിൽ നിന്ന് പറഞ്ഞ വിഷയമാണ്. വീട്ടിൽ നിന്ന് പോരുമ്പോൾ എപ്പോഴും കഥക് നല്ലതുപോലെ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. മാത്രമല്ല, വീട്ടിലേക്ക് കയറി ഭർത്താവില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ഭാര്യമാർ, മക്കൾ പറയാണ് ഉമ്മ ഞാനത് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഭർത്താവില്ലാത്ത സമയത്ത് ഭാര്യയാണ് ഭർത്താവിന്റെ വീട്ടിലെ കൈകാര്യകർത്താവ്. അതുകൊണ്ട് തന്നെ അവർ പോയി നോക്കണം, കഥകളൊക്കെ അടഞ്ഞിട്ടുണ്ട്. അതിന്റെ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അടഞ്ഞു കിടക്കായിരിക്കും, അല്ലെ മക്കൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മ അടച്ചെന്ന് പറയും. എങ്കിലും രാത്രി പോയിട്ട് നോക്കണം, അതിന്റെ കൊളുത്തൊക്കെ കറക്റ്റ് ആണോ എന്ന് പോയി നോക്കണം. അത് ഉമ്മയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ബിസ്മില്ലല്ലേ കഥ അടയ്ക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ളതാകുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് അടയ്ക്കാൻ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അടുക്കളയുടെ വാതിൽ അല്ലാ ഇപ്പോഴും ആ പഴയ കോലത്തിലാണ്. നല്ലപോലെ സാക്ഷികൾ പോലും ഇല്ല മിക്ക വീടുകളിലും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അപ്പൊ മടിയന്മാരും അലസന്മാരുമായി നമ്മൾ മാറാൻ പാടില്ല. തിന്മയുടെ വാഹകരായി മാറാൻ പാടില്ല. അവസാന കാലഘട്ടം എത്തുമ്പോൾ തിന്മയെ നന്മയായി കാണും, നന്മയെ തിന്മയായി കാണും. അങ്ങനത്തെ ഒരു യുഗമെത്തും. തീർന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, തിന്മയെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമോ ഹബീബേ? നന്മയെ തിന്മയായി കാണുന്ന യുഗമുണ്ടാകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ.
എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, അതിനേക്കാൾ വലുത് ഈ ലോകത്ത് ഉണ്ടാകും സഹാബ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്. ഫഖാലൂ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇനി ഇതിനേക്കാൾ വലുത് എന്താണ് ഹബീബേ? തിന്മയെ നന്മയായി കാണുന്നതിനേക്കാൾ, നന്മയെ തിന്മയായി കാണുന്നതിനേക്കാൾ വലുത് ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇതിനേക്കാൾ വലുത് ഈ ലോകത്ത് ഉണ്ടാകും സഹാബ. ഏതെന്നറിയുമോ? കൈഫ അൻതും ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫ്. തിന്മ കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന ഒരു യുഗത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമേ, നന്മ കൊണ്ട് തടയുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മ ചെയ്യുമ്പോൾ തടയും, തിന്മ ചെയ്താൽ അതിന് തിന്മ ചെയ്യുന്നതിനെ തൊട്ട് നിങ്ങളോട് കൽപ്പിക്കപ്പെടും, തിന്മ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും. കള്ളു കുടിക്കാത്തൊരു കൂട്ടുകാരൻ അവനോട് പറയണ്ട കുടിക്കണ, നിർബന്ധിച്ചു കുടിപ്പിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, നമ്മളിപ്പോ ഇന്ന് എത്രയോ സംഭവങ്ങൾ അങ്ങനെ സാക്ഷികളാണ്. ക്രിസ്മസിന്റെ രാവല്ലേ, ക്രിസ്മസിന്റെ രാവൺ അടിക്ക്, അല്ല ബൂസാ റാഹത്താണ്ട് അടിക്ക്, ഇല്ല അടിച്ചേ പറ്റുള്ളൂ, നീ അടിച്ചേ പറ്റൂ, അങ്ങനെ നീ മാത്രം അങ്ങനെ വലിയ ഇതാകണ്ട, അടിച്ചാൽ മതി, അത് കൊള്ളാമല്ലോ, നിനക്കെന്താ സംഭവിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു കുടിപ്പിക്കുക കൂട്ടുകാര്. ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഓണത്തിനും എല്ലാ ആഘോഷങ്ങൾക്കുമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് ഒരു ഉദാഹരണം. ഇതേപോലെ എല്ലാ തിന്മകൾക്കും കൽപ്പിക്കുന്നതാകുന്ന ഒരു കാലഘട്ടം വരും, നന്മയെ തടയുന്നതാകുന്ന ഒരു കാലഘട്ടം. നന്മ ചെയ്യാൻ സമ്മതിക്കില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവനെ തടയുന്നു, മുഖമക്കനയിട്ട് നല്ല തട്ടമിട്ടുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതാകുന്ന വിദ്യാർത്ഥിയെ തടയുന്നു. ഇവിടെ പോകുന്നു, ഉള്ളോട്ട് പോവാ, ഇതൊന്നും ഇട്ടുകൊണ്ട് ഇവിടെ പറ്റത്തില്ല, എല്ലാം ഒരിക്കും, തട്ട ഒരിക്കും. തടയുന്നത് പച്ചയ്ക്ക് തടയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. എത്രയോ സ്ഥാപനത്തിന്റെ മേധാവികൾ അങ്ങനെ തടഞ്ഞ മൂലം വലിയ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നു, കോലാഹലങ്ങൾ ഉണ്ടായിരിക്കുന്നു. അധ്യാപികമാർ തടഞ്ഞത്, സ്ഥാപക മേധാവികൾ തടഞ്ഞത്, സ്ഥാപന മേധാവികൾ തടഞ്ഞത്, എത്രയോ സംഭവങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ എത്രയോ പള്ളികളാണ് നിസ്കരിക്കാൻ വേണ്ടി വന്ന മനുഷ്യനെ നിസ്കാരത്തെ തൊട്ട് തടഞ്ഞിട്ട് ആ പള്ളികൾ പൊളിച്ചു കളയാൻ. കഴിഞ്ഞ ദിവസമൊക്കെ എത്രയോ വീഡിയോ വൈറലായി. യുപിയിലെ സഹോദരങ്ങളെ, പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരുന്നതാകുന്ന പള്ളികൾ, മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ മദ്രസകൾ ബുൾഡോസർ കൊണ്ടുവന്ന് തകർക്കുകയാണ്. പോലീസുകാർ മുഴുവൻ നോക്കുകുത്തികളെ പോലെ നിൽക്കുകയാണ്. അവരുടേതാകുന്ന ഒത്താശയോടുകൂടി ഗവൺമെന്റ് ചെയ്യുന്നതാകുന്ന തോന്നിവാസങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമാക്കപ്പെട്ടതാകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നമസ്കരിക്കാൻ വരുന്ന പള്ളികൾ തന്നെ ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം കടന്നു വന്നു. ബാബരി മസ്ജിദ് ആ രീതിയിൽ തകർക്കപ്പെട്ടോടെ ക്ഷേത്രം കൊണ്ടുവന്നു. നമ്മൾ ഓർത്ത് അതുകൊണ്ട് തന്നെ നിൽക്കുമെന്ന് കരുതി. 1992 ഡിസംബർ 6 ആ സംഭവത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കി അവിടെ കൊണ്ട് തീർന്നു, ഇനി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളതാകുന്ന 10ഓളം പള്ളികൾ ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് യുപിയിലെ സംഭാലിലെ ഷാഹി മസ്ജിദ് എന്ന് പറയുന്നത്. വെടിവെപ്പുണ്ടായില്ലേ അവിടെ? 5 മുസ്ലിമീങ്ങളാണ് മരണപ്പെട്ടു പോയത്. അവിടേക്ക് പോകുന്ന മത നേതാക്കളെ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ പോലും പോകാൻ പോലും സമ്മതിക്കാതെ അവിടെയുള്ള പോലീസുകാർ തടഞ്ഞു വെക്കാൻ. കാരണം പോയാൽ യഥാർത്ഥ സത്യാവസ്ഥ മീഡിയ വകന് ലോകം മുഴുവനും അറിയരുത്. അത് ഞങ്ങളുടെ രാജ്യത്തേതാകുന്ന നിലനിൽപ്പിന്, ഞങ്ങളുടേതാകുന്ന രാഷ്ട്രീയത്തിന് അത് വിലങ്ങുതടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലീസുകാരെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകൾ തടഞ്ഞു. ഇതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, നിസ്കരിക്കാൻ പോകുന്നവനെ തടയാൻ. മദ്രസയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് മദ്രസയുടെ കെട്ടിടങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കുക. എന്തിനേറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മക്കാമാകുന്ന അജ്മീർ ഖ്വാജയുടേതാകുന്ന മക്കാമ് ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ച് അതിനും അതിന്റെ അധികൃതർക്ക് കത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെതാകുന്ന ഒരു നിലപാട് വന്നത്. തൽക്കാലം എല്ലാ സർവേകളും നിർത്തിവെക്കണമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം തീരുമാനവും
എത്രയോ പള്ളികൾ, മദരയിലെ ഷാഹി മസ്ജിദ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മുസ്ലിമീങ്ങളുടേതാകുന്ന പള്ളികൾ, ദേവാലയങ്ങൾ മുഴുവൻ തകർക്കപ്പെടുകയാണ്. അതിനൊക്കെ ഇപ്പൊ തൽക്കാലം ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഖൈറായ അനുകൂലമായ വിധി നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതാകുന്ന ഒരു കാലഘട്ടം വരികയാണ്. സമുദായത്തിലെ ആളുകളുടെ വളരെ മതസൗഹാർദ്ദത്തിലും ജനാധിപത്യപരമായി നല്ല രീതിയിൽ നിലകൊള്ളുന്നതാകുന്ന ഈ സമൂഹത്തിനിടയിൽ വിള്ളൽ തീർക്കൊണ്ട് തിന്മയുടെ വക്താക്കളുടെ പ്രവർത്തനം നടത്തുകയാണ്. അതിനുവേണ്ടി കൽപ്പിക്കുന്ന ഒരു കാലഘട്ടം അത് കടന്നു വരുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ നമ്മുടെ സമുദായത്തിൽ പുലർന്നു കാണുക. ബക്കറ്റൊന്നും കൊണ്ടുവന്നുള്ള ഒരു ചെറിയൊരു സദഖ. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നീയത്ത് നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചു, ബഷീർ ഉസ്താദ് സൂചിപ്പിച്ചു, കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ അതിനെക്കുറിച്ച് ഉണർത്തിയിട്ടുണ്ട്. പള്ളിയുടേതാകുന്ന ഒരു പുനരുദ്ധാരണം ഏത് നിലയ്ക്ക്, അതിൻ്റെ മെഹ്റാബും ആ ഫ്രണ്ട് ഭാഗങ്ങളും ഒക്കെ പുനരുദ്ധരിക്കണം. ഒരു പാർട്ടീഷൻ നമുക്ക് ചെയ്യണം. ഒരു വലിയ വിശാലമാകുന്ന നിലയ്ക്കുള്ളതാകുന്ന ബാത്റൂം സൗകര്യം നമുക്ക് ചെയ്യൽ അനിവാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ചെയ്യൽ അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ കവറ് കൊണ്ടുപോയിട്ടുള്ളതാകുന്ന സഹോദരിമാർ, അവരൊക്കെ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ആ സംഭാവനകൾ ബക്കറ്റിലിട്ടോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ഇന്നലെ കവറ് കിട്ടാത്തതാകുന്ന ആളുകൾക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് സംഘാടകർ തരും. അവരടുത്ത ദിവസങ്ങളിൽ തന്നെ സംഭാവനകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി ദുആവസിയത്ത് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. കാലവിപത്തുകളിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തുകയും അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, സാധൂകരിക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നസീബാക്കണേ അല്ലാഹ്. പറഞ്ഞാൽ അനുസരണയുള്ള മക്കളായി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ്. തമ്മാടികളെ റൗഡികളിൽ നിന്നും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും സന്താന പരമ്പരകളെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല നിയ്യത്തിന് സദഖ ചെയ്തോളൂ. എന്നിട്ട് ശ്രദ്ധ ഇവിടെ ഉണ്ടാകട്ടെ, എല്ലാവരും ശ്രദ്ധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശങ്കപ്പെട്ടതാകുന്ന ഒരു യുഗമല്ലേ ഇത്? നിങ്ങൾ ചിന്തിക്കുക. അന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്ത്രീകൾ പിഴച്ചു പോകും, ചെറുപ്പക്കാര് പിഴച്ചു പോകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ നബിയെ? ഉണ്ടാകും, അതിനേക്കാൾ വലുതുണ്ടാകും. തിന്മ കൊണ്ട് ജനങ്ങൾ കൽപ്പിക്കപ്പെടുന്ന ഒരു യുഗത്തിലേക്ക് വരെ അവസാനം എത്തിപ്പെടും. നന്മ കൊണ്ട് ജനങ്ങളോട് വിരോധിക്കാത്തൊരവസ്ഥ വരികയാണ്. നന്മ കൊണ്ട് ജനങ്ങളോട് തടയും, തിന്മ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കും. അങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് എത്തിപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് ആ ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് വന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം. അഥവാ അന്ന് പറഞ്ഞത് ഇന്നാണ് പുലർന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്ന് പറഞ്ഞത് ഇന്നാണ് യഥാർത്ഥത്തിൽ പുലർന്നത്. അന്ന് സ്വഹാബത്ത് ഇത് കേട്ടിട്ട് അത്ഭുതം കൂറാൻ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ഈ ഹദീസ് ഇന്നാണ് നമുക്കാണ് ഫിറ്റായത്. ഒരു 100 വർഷം മുമ്പ് പറഞ്ഞാലും ഇത് ശരിയാവൂല, 200 കൊല്ലം മുമ്പ് പറഞ്ഞാലും ഇത് റെഡിയാവൂല. ഇന്ന് ഈ തലമുറയിലേക്ക് നോക്കിയിട്ട് ഈ പറഞ്ഞത് മുഴുവൻ പക്കായിട്ട് വന്നു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അവസാന നാളുകളിലേക്ക് എത്തി തുടങ്ങിയെന്നർത്ഥം. ഈ ഒരു സമയത്ത് നല്ലതുപോലെ ദീൻ മുറുകെ പിടിച്ചോ, നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
ഈ സമയമാണ് ഏറ്റവും കൂടുതൽ ദീൻ മുറുകെ പിടിക്കേണ്ടത്. അവസാന കാലഘട്ടത്തിൽ 5 വഖത്ത് നിസ്കാരം നിലനിർത്തി ഇബാദത്തുകൾ കണിശത വെച്ച് പടച്ച റബ്ബിനെ തഖ്വ വെച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൽ ഖാബിലി അലൽ ജംർ, തീക്കനൽ കയ്യിൽ വെക്കുന്നവനെ പോലെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞാൽ വളരെ പ്രയാസ. കയ്യിൽ ആരെങ്കിലും തീക്കനൽ വെക്കോ, ഒരിക്കലും പെട്ടെന്ന് എടുത്തെറി. അത്ര ചൂടാണ്, പ്രയാസാണ്, കൈ പൊള്ളിപ്പോ. ഈ സമയത്ത് അങ്ങനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്നർത്ഥം, ക്ലേശമാണ്. എല്ലാ തെറ്റുകളും ഒന്ന് കൂടി നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ. അല്ലാഹ് ഇബാദത്തുകൾക്ക് താല്പര്യമുള്ളവരായി ഞങ്ങളെ നീ കബൂലാക്കണേ. അല്ലാഹ് 60 70 വയസ്സ് മാത്രമുള്ള ഈ കാലയളവിൽ മുസ്ലിമേ നീ എന്താണ് ചെയ്തിട്ടുള്ളത്? എത്ര സുഹൃതങ്ങളാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്? ഏതെല്ലാം നന്മകളാണ് ചെയ്തിട്ടുള്ളത്? ഒരു സ്വപ്നജീവി എന്നതുപോലെ ഈ ദുന്യവിയായ ജീവിതത്തെ നീ കാണരുതേ, കാണരുതേ. എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. നബി തങ്ങളുടെ വാക്കാണ്. 70 വിട്ടുകിടക്കുന്നവർ വളരെ കുറവായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 70 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേരുണ്ട്? 70 വയസ്സിന് മുകളിൽ ഉണ്ടോ? 1 2 3 4 5 പേര്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഇനിയും ധാരാളം കാലം ആഫിയത്ത് അള്ളാഹു നസീബാക്കട്ടെ. 70 വിട്ടുകിടക്കുന്നവർ വളരെ കുറവായിരിക്കും. ഹദീസാൻ 70 വിട്ടുകിടക്കുന്നവർ വളരെ കുറവായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കഴിയേണ്ട വിഭാഗമാണവർ. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഓഫർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്. ഇവിടെ ശ്രദ്ധിക്ക്, ഇനി ആയുസ് വളരെ കുറവാണ്. ആയുസിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 100-ലേക്ക് എത്തിയവൻ ഗിന്നസ് ബുക്കിൽ കയറുന്ന ഒരു കാലം. അത്ര എത്തൂല. നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയും ആരോഗ്യ രീതിയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥാവിശേഷം വെച്ച് നോക്കുമ്പോൾ 40 കഴിഞ്ഞപ്പോൾ തന്നെ ഷുഗറും പ്രഷറും മറ്റു അസുഖങ്ങളുമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവരും അസുഖബാധിതരാണ്. അള്ളാഹു നമുക്കൊക്കെ സിഹത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു പൂർണ്ണമായ ശിഫാ എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ. മുഹമ്മദ് അലി സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം മുമ്പ് ഒരു സ്ട്രോക്ക് വന്നിട്ട് 2 വർഷമായിട്ട് ഇപ്പൊ ചികിത്സയിൽ കഴിയാണ്. മുമ്പ് അറിഞ്ഞിട്ട് പോലുമില്ല. വേറെ ഹാരി ഇരിക്കും, നിൽക്കില്ല. അള്ളാഹു ആഫിയത്തോട് അനുഗ്രഹിക്കട്ടെ. സിഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അലി സാഹിബ് അല്ലേ? അലി സാഹിബ് അല്ലേ? ഉണ്ടാ അഹമ്മദ് അലി, അത് തന്നെ. ഇപ്പഴാ കേട്ടോ. ഇതുവരെ മൊബൈലിനകത്ത് പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉപരി സുഖമില്ലാതിരിക്കുക, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സിഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദീനിനൊക്കെ വലിയ സഹായിയാണ്, എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന വ്യക്തിയാണ്. 2 കൊല്ലമായിട്ട് അദ്ദേഹം വിശ്രമത്തിലാണ്. അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പക്ഷെ ആ അവസ്ഥയിലും കൈക്ക് ഇപ്പോൾ ഒരു സ്വാധീനക്കുറവുണ്ട്. ബാക്കിയൊക്കെ അൽഹംദുലില്ലാ ദുആഇന്റെ തൽഫലമായിട്ടാണ് എല്ലാം ഇതുവരെ മാറ്റപ്പെട്ടിട്ടുള്ളത്. ആ കൈക്ക് അള്ളാഹു സ്വാധീന ശക്തി നൽകി പൂർവാധികം സിഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യനാണ്, എപ്പോഴാണ് എന്താ ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടായി? അപ്പോൾ പറയാണ്, ഒരു ദിവസം വീട്ടിൽ വന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യും. 19 വർഷമായിട്ട് കാറൊക്കെ ഓടിക്കുന്ന വ്യക്തിയാണ്. ഇശായിന്റെ സമയമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഭാര്യയോട് പറഞ്ഞു ദോശ ചൂടാൻ. അവർ ദോശ ചൂടുന്നു, വീട്ടിലിരിക്കുന്നു. ഒരിടത്തേക്ക് പോകാനുണ്ട്, അതിനുവേണ്ടി റെഡി ആയിട്ട് അദ്ദേഹം നിൽക്കാൻ. ഭാര്യ അല്പം കഴിഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. നാവ് തളരുന്നു, ശരീരമാസകലം തളർച്ച, പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന. 2 വർഷമായി എന്ന് പറയാണ്. 2 വർഷമായി. അൽഹംദുലില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സാധുമാരുടെ, ആലിമീങ്ങളുടെ, സദാത്തീങ്ങളുടെ, മുത്തഅല്ലിമീങ്ങളുടെ, നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങളുടെയൊക്കെ വലിയ വലിപ്പം കൊണ്ട് അൽഹംദുലില്ലാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മരണപ്പെട്ടു എന്ന് വരെ വാർത്ത വരെ പരന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിനപ്പുറത്തേക്ക് എത്തി. വെന്റിലേറ്ററിലാണ്, ആള് സീരിയസ് ആണ്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. പക്ഷെ അൽഹംദുലില്ലാ ദുആഇന്റെ ഒരൊറ്റ വലിപ്പം കൊണ്ട് അള്ളാഹു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ധാരാളം കാലം ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴാണ്, എവിടെ വെച്ചാണ് നമ്മൾ അസുഖബാധിതരാകുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമുക്ക് ഈ ഒരു സിഹത്ത് കിട്ടിയത്, ആരോഗ്യത്തിനൊരു റാഹത്ത് കിട്ടിയത്, അത് അള്ളാഹു ഏത് സമയത്തും എടുത്തു കളയാം.
കണ്ണിന്റെ കാഴ്ചശക്തി, കാതിന്റെ കേൾവിശക്തി, കൈകളുടെ സ്വാധീനം, കാലുകളുടെ സ്വാധീനം, ഹൃദയത്തിന്റെ ഇടിപ്പ് ഏത് സെക്കൻഡും നിലയ്ക്കാം. ഒരു ചെറിയ സ്ട്രോക്ക് വന്നാൽ മതിയല്ലോ, എല്ലാം കഴിഞ്ഞു. പല രീതിക്കാണ്, നൂറുകണക്കിന് വ്യത്യസ്തമാകുന്ന തരത്തിലാണ് സ്ട്രോക്കുകൾ ഉള്ളത്. ചിലർക്ക് നാവ് പിന്നീട് ഒരിക്കലും സംസാരം തിരിച്ചു കിട്ടൂല, ചിലർക്ക് പിന്നീട് ഒരു ഭാഗം തന്നെ തളർന്നു പോകും. ഒരിക്കലും ജീവിതത്തിലേക്ക് എത്ര വന്നാലും ചില കൈകളോ കാലുകളോ ഒന്നും ഒലിപ്പിക്കാൻ പറ്റൂല, പല രീതിക്കാണ്. അല്ലാഹുവേ, പരിപൂർണമായ സിഹത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചൊരിയണേ അല്ലാ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറയുകയാണ്, നിഅമതാനി അളീമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട് സഹാബ, അധിക ജനങ്ങളും അതിൽ വഞ്ചിതരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അധിക ജനങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് സഹാബ. ഒന്ന് അസിഹത്തു, ആരോഗ്യമുള്ള ഘട്ടമാണ്. രണ്ടാമത്തത് വൽ ഫറാഹു, ഒഴിവുള്ള സമയങ്ങളാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൃക്കരിപ്പൂരിലുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികൾ കാതുകൊടുത്തുകൊണ്ട് ശ്രദ്ധ വെക്കേണ്ട ഹദീസാണ്. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അധിക ജനങ്ങളും വഞ്ചിക്കപ്പെട്ടു പോകുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ ആ രണ്ട് അനുഗ്രഹങ്ങളും നിസാരമായ അനുഗ്രഹങ്ങളല്ല. ഒന്ന് അസിഹത്തു, ആരോഗ്യമുള്ള വേളകളാണ്, സമയങ്ങളാണ്. ചെറുപ്പക്കാരാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യമുള്ള സമയം, പെങ്ങളെ, ഈ ആരോഗ്യമുള്ള കാലഘട്ടം അല്ലാഹുവിന് സുജൂദിൽ അർപ്പിക്കാൻ നിങ്ങൾ സമയം ചെലവഴിക്കണേ. നിങ്ങളാണ് തഹജ്ജുദ് പതിവാക്കേണ്ടത്, നിങ്ങളാണ് ളുഹർ നമസ്കാരം കൃത്യമാക്കേണ്ടത്, നിങ്ങളാണ് അസറും മഗ്രിബും ഇശാഉം ഒക്കെ ജമാഅത്ത് ശ്രദ്ധിക്കേണ്ടത്. അവ്വല് വഖത്തിൽ തലമറച്ച് വളു എടുത്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ പെങ്ങളെ നിസ്കരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ വെക്കേണ്ടത് ചെറുപ്പക്കാരി നീയാണ്. നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരോഗ്യമുള്ള കാലഘട്ടം അത് അധിക ജനങ്ങളും വഞ്ചിക്കപ്പോകുന്ന സമയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി റസൂലുള്ളാഹി പറയുകയാണ്, വൽ ഫറാഹു, ഒഴിവുള്ള വേളകളാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങൾ, ക്രിസ്മസിൻ്റെതാകുന്ന ആഘോഷവേളകളിലൂടെ ഒരു സമുദായം അത്തരത്തിലുള്ളതാകുന്ന ജീവിത ക്രയവിക്രയങ്ങളിലൂടെ പോകുമ്പോൾ, മുസ്ലിമേ, 10 ദിവസം സ്കൂൾ അവധിയാണ്. പെങ്ങളെ, എന്താണ് നീ ചെയ്തു കൂട്ടിയത്? 4-5 ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. എത്ര സലാത്ത് നിനക്ക് ചെല്ലാൻ സാധിച്ചു? എത്ര നമസ്കാരങ്ങൾ ചെറുപ്പക്കാരാ നീ ജമാഅത്ത് ശ്രദ്ധിച്ചവനാണ്? എത്ര സുന്നത്തുകൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു? എത്ര ആയത്തുകൾ ഓതാൻ സാധിച്ചു? ഖുർആൻ ഓതാൻ നീ തയ്യാറായോ? വേണ്ട ദിനേന ഓതിക്കൊണ്ടിരിക്കുന്ന യാസീൻ സൂറത്ത് തന്നെ മുടങ്ങിപ്പോയില്ലേ? സൂറത്തുൽ വാഖിയ മാറ്റിവെച്ചവരല്ലേ? ഇശാ മഗ്രിബിനിടയിലുള്ള സൂറത്തുൽ മുൽക്ക് ഓതാത്തവരല്ലേ? ഖുർആനുമായി ബന്ധമില്ലാത്ത സമുദായമായി ഈ സമുദായത്തിൽ ഭൂരിഭാഗം ആളുകളും മാറുകയല്ലയോ? അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. സ്കൂളിന്റെ അവധിയുള്ള ഘട്ടങ്ങളിൽ പോലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒന്ന് കൈകൊണ്ടെടുക്കാൻ, വിക്രൽപ്പം ഒന്ന് കൂട്ടാൻ, സലാത്തുകൾ അധികമൊന്ന് അധികരിപ്പിച്ച് മദീനയിലെ രാജകുമാരന്റെ തിരുഹദ്റത്തിലേക്കൊന്ന് ഹദിയ ചെയ്യാ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാൻ ഈ സമുദായത്തിന്റെ മക്കളെ തയ്യാറായില്ല. നിങ്ങൾ പറഞ്ഞത് എത്ര കറക്റ്റാണ്. അധിക ജനങ്ങളും വഞ്ചിക്കപ്പെട്ടു പോകുന്നു ഈ രണ്ട് സമയങ്ങളെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് ആരോഗ്യമുള്ള സമയം, മറ്റൊന്ന് ഒഴിവുള്ള സമയം. എല്ലാവരും പറയും ഒഴിവില്ല ഉസ്താദേ, ഭയങ്കര പഠിത്തം. അപ്പൊ ഈ സ്കൂൾ അവധി ഒരു 10 ദിവസം അവധി കിട്ടി, നമ്മുടെ മക്കൾ ഇപ്പൊ 4 ദിവസം കഴിഞ്ഞു, എന്ത് ചെയ്തു? ആകെയുള്ള നിസ്കാരം സുബൈ, ളുഹർ, അസർ, മഗ്രിബ്, ഇശ അതെങ്കിലും നിസ്കരിച്ചോ? അത് തന്നെ ഇല്ല. ഇപ്പം നേരത്തെ സുബൈ നിസ്കരിച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ അവധി കിട്ടി കഴിയുമ്പോൾ ഒന്നും കൂടെ ഉറങ്ങി 8 മണിക്ക് എഴുന്നേക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറങ്ങുന്നത് രാത്രി 2 മണി 3 മണി, അതുവരെ മൊബൈലിരിക്കുകയാണ്. ഇഷ്ടംപോലെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. OTT ഇഷ്ടംപോലെ പടം വരുന്നുണ്ട്, അല്ല ഇരുന്ന് കാണുക. ഇനി എന്ന് മാർക്കോ വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് കാണണമെന്നും പറഞ്ഞാൽ നിയത്ത് ചെയ്തിരിക്കും. പിന്നെ എങ്ങനെ നന്നാവും? മാഷാ അല്ലാഹ്. നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ച വെക്കേഷനിൽ മദ്രസയിൽ ഒരു കുട്ടി 4 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർത്തു. മാഷാ അല്ലാഹ്, ഖുലൂ തക്ബീർ. അല്ലാഹു സ്വീകരിക്കട്ടെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, ഖുർആൻ ഓതൽ നിസാരമായി കാണരുതേ. ആ ഖുർആൻ കേൾക്കുന്നതും കൂലിയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നതും കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയ വഅൻതാലിൽ ഖുർആനി ബൽ വല്ലാഖിറ വഅൻതാലിൽ ഖുർആനി ബൽ വല്ലാഖിറ. ഖുർആൻ കേൾക്കുന്നതായ മുസ്ലിമേ മുസ്ലിമത്തെ, ദുന്യവിയായ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട്, എല്ലാ ആപൽഘട്ടങ്ങളെ തൊട്ട് അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണമാണ്. ഖുർആൻ കേട്ടുകൊണ്ടിരിക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണ്ട് കാലങ്ങളിൽ ഖുർആന്റെ ക്യാസറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഓതലിടും. ഞാൻ ഈ അടുത്ത് കൊല്ലത്തൊരു ഉള്ളിലൊരു ഭാഗത്ത് വാതിന് വേണ്ടി പോയി. സ്ഥലം കറക്റ്റ് ഇപ്പോൾ ഓർക്കുന്നില്ല, ഒരു 2 മാസമായിട്ടുണ്ട്. അങ്ങനെ ആ വാതിന് വേണ്ടി മാഷാ അല്ലാഹ് അവിടെ ചെന്നപ്പോഴത്തേക്കും ആ വീട്ടിൽ ഇങ്ങനെ നല്ല റാഹത്തായിട്ട് ഖാരിഈങ്ങളുടെ നല്ല ഖിറാഅത്ത് സൂറത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക, ടേപ്പ് റെക്കോർഡിൽ ഇട്ടിരിക്കുക, ചെറിയൊരു ശബ്ദത്തിൽ. അതാ വീട്ടിലുള്ളവർക്ക് കറക്റ്റായിട്ട് കേൾക്കാം, നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കണ്ട. ചിലരങ്ങനെ ഉണ്ട്, രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് നമ്മളിവിടെ ഖുർആൻ കേൾക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ അറിഞ്ഞോട്ടെ, അവൻ്റെ ഉറക്കം കൂടെ കളയണം, ഒച്ചത്തി ഇട്ട് കൊടുക്കുകയാണ്. അയൽവാസികളാകുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവർ വരെ ശപിക്കുകയാണ്. ഒച്ചപ്പാടും ബഹളവും, ചിലർക്ക് എല്ലാം ഒച്ച വേണം. അങ്ങനെയാകാൻ പാടില്ല. ഇപ്പൊ പള്ളികളിലെ തന്നെ കാര്യങ്ങൾ, പള്ളിക്കകത്ത് കേൾക്കേണ്ടതാകുന്ന ശബ്ദം പള്ളിക്കകത്ത് മതി, ബാങ്ക് മാത്രം പുറത്തോട്ട്. ഇത് റാത്തീബ് 2 പേരെ ചെല്ലാൻ ഉണ്ടാവുള്ളൂ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി റാത്തീബ് മുഴുവൻ ഒച്ചത്തിയിടുക. അത് നമുക്ക് ഒച്ചത്തിയിട്ട് അത് ദിവസം ഒച്ചത്തിയിട്ട്. ഇതാണ് നമ്മുടെ കൗമിന്റെ പ്രശ്നം. അവസാനം പിന്നെ നിയമം വരുമ്പോഴത്തേക്ക് ഒറ്റ പള്ളിയിലും വേണ്ട, മൊത്തം സോക്കേട് തീർന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പള്ളിയിൽ 2 പേരെ നിസ്കരിക്കാനുള്ളൂ, ആ 2 പേർക്ക് വേണ്ടി എന്തിനാണ് മൈക്ക്? അതിന്റെ ആവശ്യമില്ലല്ലോ. പള്ളിക്ക് ഒരു 3-4 സഫ് ആള് വന്നു, ഏറ്റവും ബാക്ക് വശം കേൾക്കുന്നില്ല, എങ്കിലേ മതി നമസ്കാരത്തിന് മൈക്ക്. അല്ലാതെ ഒരു 3 പേര് 4 പേര് അല്ലെങ്കിൽ ഒരു സഫിൽ കുറച്ച് ആളുകളുള്ളൂ, അവർക്കൊണ്ട് മാത്രമായിട്ട് മൈക്ക് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പൊതുവെ പറയാട്ടോ, നമ്മുടെ കാര്യമില്ല, പൊതുവായിട്ടുള്ള വിഷയം പറയാം. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. പള്ളിക്കകത്ത് എല്ലാവരും വന്നു കൂടി ആ പള്ളിക്കകത്തുള്ളവർ കേൾക്കുന്ന നിലയ്ക്കുള്ള ശബ്ദം ഉണ്ടായാൽ മതി. കോലാഹലം, ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത് തന്നെ വലിയ വിഷയമാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. മാഷാ അല്ലാഹ്, നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന സജ്ജീകരണം മാഷാ അല്ലാഹ് ഈ ഒരു ടർഫിനകത്ത് നിൽക്കുന്ന രീതിക്ക് അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകാൻ പാടില്ലല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നിങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ഖുർആൻ കേൾക്കുന്ന ആളുകൾക്ക് അല്ലാഹു ദുനിയാവിന്റെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകമേ. ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ക്യാസറ്റുകൾ വാങ്ങി നല്ല നല്ല ഖാരിഈങ്ങളുടെ ഖിറാഅത്തുകൾ കേൾക്കുന്നവരുണ്ടായിരുന്നു. ഇന്നാരും തന്നെ ഖുർആൻ കേൾക്കുന്നവരല്ല, കുറഞ്ഞു പോയി. അതൊക്കെ കേൾക്കും, വാർത്ത കേൾക്കും, അത് കേൾക്കും, പക്ഷെ ഖുർആൻ കേൾക്കില്ല. മൊബൈലിൽ തന്നെ നമുക്ക് യൂട്യൂബിൽ അടിച്ചിട്ട് കൊടുത്താൽ നല്ല കാര്യങ്ങളുടെ ഖിറാഅത്തുണ്ട്, അത് വെച്ചിട്ട് റാഹത്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് എന്ത് റാഹത്താ. അതിനൊക്കെ സമയം കണ്ടെത്തണം. നമ്മൾ ഈ പാട്ട് ഹെഡ്സെറ്റ് വെച്ച് മക്കളെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മൾ ഓർക്കുന്നത് എന്താ? ഖുർആൻ കേൾക്കുകയാണോ? അതെങ്ങാനും നമ്മൾ ചെവി വെച്ചാൽ നമ്മൾ അറിയാതെ തുള്ളിപ്പോ. അങ്ങനത്തെ സാധനമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പോകാൻ കാര്യമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം കേൾക്കാത്ത സിനിമാ പാട്ടില്ല, DJ പാട്ടില്ല, ചെവി അടിച്ചു പോവാൻ. ചെവിയിലെ ഡയഫ്രം അടിച്ചു പോകും. നമ്മുടെ കാതുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കേസാണ് ശബ്ദകോലാഹലം. വലിയ വിഷയമാണ്. ചെറുപ്പക്കാരൊക്കെ ഇത് വെച്ചോണ്ടിരിക്കുക. ക്രമേണ ശബ്ദത്തിന്റെ മാധുര്യം കുറയും, അവന്റെ ശ്രവണ മാധുര്യം കുറയും, കേൾവിശക്തി കുറയും. നമ്മളറിയില്ല. പിന്നെയും കൂളിയും കൂടുതൽ വേണമെന്ന് തോന്നും, വീണ്ടും കൂട്ടും, അതിനനുസരിച്ച് വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങനെ ചോദിക്കേണ്ടി വരും, പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ആ ഒരവസ്ഥയെത്തും. ഖുർആൻ കേൾക്കിൻ, കർണപുടം ശരിയാകും, കേൾവിശക്തി നന്നാവും, ഹൃദയം തെളിയും. وإذا قرئ القرآن فإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതപ്പെട്ടാൽ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഊ ലഹു വഅൻസിതൂ, എല്ലാ
ശബ്ദ കോലാഹലങ്ങളും ഒഴിവാക്കി പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ ഖുർആനിന്റെ മാസ്മരികമാകുന്ന പാരായണത്തിലേക്കാണ്. എന്നാൽ ലഅല്ലകും തുർഹമൂൻ, കരുണവറ്റിയ ഹൃദയത്തിന്റെ ഉടമയായ മനുഷ്യ, അല്ലാഹു നിനക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ കേട്ടാൽ ഹൃദയത്തിന്റെ കാഠിന്യത മാറും, ഹൃദയം ലോലമാകും, കരച്ചിൽ വരും. നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ അങ്ങനെ ഹൃദയത്തിൽ എല്ലാ അഴുക്കും മാറും. അവിടെയാണ് ഖുർആൻ ഓതിയിട്ട് കരയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? നമ്മൾ ഇന്ന് വരെ ഖുർആൻ ഓതുന്ന കരയുന്നില്ല. ആരെങ്കിലും കരച്ചിൽ കേട്ടുമ്പോൾ അവനിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക, പിന്നെ എന്തിനാ കരയുന്നതെന്നാണ്. അപ്പോഴും നമുക്ക് ചിരിയ വരും. കാരണം എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കുകയോ അതുമായിട്ടുള്ള ബന്ധം ഒന്നുമില്ല. മറ്റേത് അർത്ഥമൊന്നും അറിയണ്ട. ഇത് കേൾക്കുമ്പോൾ തന്നെ നരകം, ഞാറെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നരകമാണെന്ന് മനസ്സിലാക്കിയിട്ടൊരു ഭീതി വരികയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അതവന്റെ ഹൃദയത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തനം ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാ സിനിമാ പാട്ടും അശ്ലീലതയും കേട്ടിട്ട് ഹൃദയം മലീമസമായി പോയി. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽവ ദുനിയ, ദുനിയാവിന്റെ എല്ലാ ബലാ മുസിബത്തുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആൻ കേട്ടെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി